നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ചാനലിൽ വീഡിയോസ് നമ്മൾ ഇടലാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം 22-ാം തീയതി നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ മോണിറ്റൈസേഷൻ്റെ. അപ്പോൾ നമ്മളത് കുറച്ച് വീഡിയോസൊക്കെ മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വയലൻസ് ആയിട്ട് തോന്നിയതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് പോയി എന്ന് കരുതിയിരുന്ന ഈ ചാനൽ ഭഗവാന്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര നാളത്തേക്കാണെന്നറിയില്ല, ഇനിയും പോവില്ലയോ എന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതിനായിട്ട് പ്രാർത്ഥിച്ചവർക്കും, അപ്പോൾ കുറേ പേര് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും എന്നെ പേഴ്സണലായിട്ട് അറിയിച്ചായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യണത്. ഇന്നലെയാണ് നമുക്കത് മോണിറ്റൈസേഷനായിട്ട് ഉച്ചയ്ക്കാണ് കണ്ടത്. അപ്പോൾ മുതൽ വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് മഴ എന്ത് സമ്മതിക്കണില്ല. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇത് കണ്ടോ, മുകളിൽ കണ്ടോ ഷീറ്റ് വർക്ക് ആയതുകൊണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് തന്നെയുമല്ല, ഇന്നലെ മൊത്തം മഴയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട് ഏകദേശം സമയം. ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയാനുണ്ട്. അപ്പോൾ ഇത്ര നേരം നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് വരും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തുണ്ടെങ്കിൽ അപ്പോഴേക്കും മഴ ഒരു രക്ഷയില്ല. അപ്പോൾ അത് കാരണം ലൈവായിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ലൈവിൽ വന്നു പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കാണില്ല. വീഡിയോ എടുത്തിട്ടാണെങ്കിൽ എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പോൾ ആ ലൈവിൽ ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ലൈവായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട് ഉണ്ടാവും എന്നറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ ചാറ്റിലൂടെയൊക്കെ നമുക്ക് പൈസ അയക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മെമ്പർഷിപ്പായിട്ട് എടുക്കുന്നത് പൂജ പഠിക്കാൻ താല്പര്യമുള്ളവർ, അതായത് ശാക്തേയ വിധിപ്രകാരം, അത് കൗളാചാരം അല്ലെങ്കിൽ നമ്മുടെ പൂർവിക ആചാരത്തിൽ പൂജ പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കാനുള്ള താല്പര്യമുള്ളവർ, ജ്യോത്സ്യത്തിൻ്റെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യത്തിൻ്റെ അത്ര ഞാൻ പഠിച്ചത്ര നിങ്ങളെയും പഠിപ്പിക്കാം എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ വലിയ ജ്യോത്സ്യന്മാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും നമുക്ക് അയക്കണമെന്നില്ല. ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കൗളാചാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്രപൂജയെക്കുറിച്ചിട്ട് ഒക്കെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ നമുക്ക് ഒരു 18 വയസ്സ് മുതൽ കുറഞ്ഞത് എനിക്ക് 28 വയസ്സ് 29 വയസ്സായിരിക്കണം. അപ്പോൾ അത്ര ഉള്ള പ്രായമുള്ളവരുമാർ മതിയാവും. അതിന് മുകളിലേക്ക് ആകുമ്പോൾ നമുക്ക് അവരോട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ കേട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ലൈവായിട്ട് അതിനകത്ത് വരാണെങ്കിൽ നമ്മൾ ശാക്തി വിധിപ്രകാരം അല്ലെങ്കിൽ കൗളാചാര വിധിപ്രകാരം അല്ലെങ്കിൽ ക്ഷേത്രപൂജ, അപ്പോൾ അതിനിട്ടുള്ള ഇതിലുള്ള ക്ലാസ്സുകൾ നമുക്ക് പൂർവികാചാരത്തിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് നമ്മുടെ വടക്കും ഭാഗത്ത് കരുതിനി മഠത്തിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, ആ ഒരു സിസ്റ്റം നിങ്ങളെ പഠിപ്പിക്കാം വിചാരിക്കണം. അപ്പോൾ നിങ്ങളത് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ മെമ്പർഷിപ്പ് എടുക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര നാളെ നമുക്കൊന്ന് സപ്പോർട്ട് ഇനി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ, ശുഭദിനം നേരുന്നു. ഓം നമഃ ശിവായ, നമോ നാരായണായ.